നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ യാഥാർത്ഥ്യം ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ അധികാരം ജനാധിപത്യത്തിന്റെ ലക്ഷ്യമല്ല, ലക്ഷ്യം അധികാരമാണെന്ന നിലപാടിലേക്കാണ് പിണറായി സർക്കാർ CPM-നെ നയിക്കുന്നത്. ഹാട്രിക് എന്ന വാക്ക് ഇനിയൊരു ഭരണ നേട്ടത്തിന്റെ ചിഹ്നമല്ല, മറിച്ച് ജനാഭിപ്രായത്തെ അവഗണിച്ച് പാർട്ടിയുടെ അടച്ചുമുറി തീരുമാനങ്ങളിലൂടെ അധികാരം നിലനിർത്താനുള്ള ഒരു കഠിനമായ രാഷ്ട്രീയ പദ്ധതിയുടെ പേരാണ്. ധർമ്മടം വീണ്ടും ക്യാപ്റ്റന്റെ കളിസ്ഥലമാകുമ്പോൾ പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതകളും പുറത്തുള്ള ജനവിരുദ്ധതയും മറയ്ക്കാൻ CPM കഠിനമായ നിയന്ത്രണങ്ങളിലേക്കും അനാവശ്യ ഇളവുകളിലേക്കും വഴിമാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. തോൽവി മണത്തു തുടങ്ങിയ ഇടതുപക്ഷം അരയും തലയും മുറുക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ പഴയ തന്ത്രം തേച്ചു മിനുക്കി വീണ്ടും പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി ശൈലജ ടീച്ചറിനെ തെരഞ്ഞെടുപ്പിന്റെ മുഖമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് CPM തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഹാട്രിക് വിജയം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിക്കുമെന്നാണ് വിവരം. അദ്ദേഹം തന്റെ മണ്ഡലമായ ധർമ്മടത്തു നിന്ന് വീണ്ടും ജനവിധി തേടുമെന്നാണ് വിവരം. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗോവിന്ദൻ വിട്ടുനിൽക്കുന്നത്. ഏത് വിധേനയും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ കർശനമായി നടപ്പാക്കിയ 2 ടൈം വ്യവസ്ഥയിൽ ഇത്തവണ ഇളവുണ്ടാകും. വിജയസാധ്യത മാത്രമാകും ഏക മാനദണ്ഡം. 2 ടൈം പൂർത്തിയാക്കിയ മുതിർന്ന നേതാക്കളെയും സിറ്റിംഗ് MLA-മാരെയും വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നു. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെ പോലുള്ള ജനകീയ മുഖങ്ങളെ വീണ്ടും നിയമസഭയിലെത്തിക്കാൻ ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രി നേരിട്ട് പ്രചരണം നയിക്കും. ക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാമെന്നാണ് കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പിണറായി വിജയൻ തന്നെയാകും മുഖ്യമന്ത്രി. എന്നാൽ മുന്നണി പ്രതിപക്ഷത്താണ് വരുന്നതെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുതിയൊരു മുഖത്തെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. EP ജയരാജനെ പൂർണ്ണമായി രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുകയും ഗോവിന്ദനെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്ന നീക്കങ്ങൾ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തിന്റെ അന്ത്യം വിളിച്ചോതുകയാണ്. ഒരേ സമയം ടീച്ചർ ഇമേജിലൂടെ വീണ്ടും KK ശൈലജയെ മുന്നോട്ട് നിർത്തുന്നത് ഭരണവിരുദ്ധ വികാരം ശമിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ വ്യക്തികളെ മുന്നോട്ട് വെച്ച ഒരു ഭരണത്തിന്റെ പരാജയങ്ങളെ മറയ്ക്കാനാകുമോ എന്നതാണ് മുഖ്യ ചോദ്യം. ഇളവുകളും കാലാവധി വ്യവസ്ഥകളിലെ ശിഥിലീകരണവും CPM-ന്റെ ശക്തിയല്ല, ഭയമാണ് തുറന്നു കാണിക്കുന്നത്. പാർട്ടി തത്വങ്ങളും അച്ചടക്കവും അധികാരത്തിന് തടസ്സമാകുമ്പോൾ അവ മാറ്റിവെക്കുമെന്ന സമീപനം CPM-നെ അതിന്റെ തന്നെ ചരിത്രത്തോട് ദ്രോഹിക്കുന്ന നിലയിലേക്കാണ് നയിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ നടന്ന അഴിമതികളും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയവൽക്കരണവും മാധ്യമങ്ങളോടും വിമർശകരോടും പുലർത്തുന്ന അസഹിഷ്ണുതയും ഇവയെല്ലാം ചേർന്ന് പിണറായി സർക്കാരിനെ ഒരു അധികാര കേന്ദ്രീകൃത ഭരണ യന്ത്രമാക്കി മാറ്റിയിരിക്കുന്നു. അധികാരം വീണ്ടും പിടിച്ചെടുക്കണമെന്ന ആഗ്രഹം ജനക്ഷേമത്തിന്റെ അതിരുകൾ കടന്നാൽ അത് ജനാധിപത്യത്തിന് ഭീഷണിയായി മാറും. ഇന്ന് CPM കാണിക്കുന്ന ദൃഢനിശ്ചയം ഭരണത്തിന് വേണ്ടിയല്ല, വിമർശനങ്ങളെ അടിച്ചമർത്താനും അധികാര ഘടന നിലനിർത്താനും വേണ്ടി മാത്രമാണ്. ഭരണവിരുദ്ധ ശബ്ദങ്ങളെ ശത്രുക്കളാക്കി മാറ്റുന്ന സമീപനം ഒരു ജനാധിപത്യ സർക്കാരിന്റെ ലക്ഷണമല്ല. ഇന്ന് കേരളത്തിന് ആവശ്യമുള്ളത് വ്യക്തിപൂജയോ പാർട്ടി രക്ഷാ പദ്ധതികളോ അല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള ഭരണവും സുതാര്യതയുമാണ്. എന്ത് വില കൊടുത്തും അധികാരം എന്ന CPM നിലപാട് ഒടുവിൽ വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളായിരിക്കുമെന്ന സത്യം മറക്കരുത്. ഹാട്രിക് എന്ന രാഷ്ട്രീയ കണക്കുകൂട്ടൽ വിജയിച്ചാലും അത് കേരളത്തിന്റെ ആത്മാവിനെ തോൽപ്പിക്കുന്ന വിജയമായിരിക്കും. അതിനാൽ ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു സർക്കാരിന്റെ തുടർച്ചയോ അവസാനമോ തീരുമാനിക്കുന്നതല്ല. ജനാധിപത്യം അധികാരത്തിനടിയിലാകണോ, അധികാരം ജനങ്ങളുടെ നിയന്ത്രണത്തിലാകണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പിണറായി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാനിനെതിരായ ശക്തമായ ജനവിധി മാത്രമേ കേരളത്തെ ഈ അധികാര വലയിൽ നിന്ന് ഇനി മോചിപ്പിക്കൂ.